السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കലാം ഓരോ ആയത്തുകളും പഠിക്കണം എന്ന ആഗ്രഹം അത് മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ട് ഇവിടേക്ക് വരിക എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ആ വിശുദ്ധ ഖുർആൻ്റെ പഠനവും അതിൻ്റെ പ്രാധാന്യമൊക്കെ വളരെ മനോഹരമായ രൂപത്തിൽ ബഹുമാന്യ പണ്ഡിതൻ നമുക്ക് നല്ല രൂപത്തിൽ വിശദീകരിച്ചു തന്നു. ഞാൻ ചെറിയൊരു ചരിത്രം മാത്രമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള യാസീൻ അടുത്ത ക്ലാസ്സിൽ വിശദമായി തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് ചരിത്രം എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഇവിടെ വന്നിരുന്നതിൻ്റെ കാരണം അത് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച, നമുക്ക് ഗൈഡൻസ് തരേണ്ട ഒരാൾ റബ്ബ് സുബ്ഹാനഹു വ തആല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഏതൊരു ഇലക്ട്രിക് സാധനമുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ഗൈഡൻസ് ഉണ്ടാകും, അത് ഏത് രൂപത്തിൽ പ്രവർത്തിപ്പിക്കണം എന്നുള്ളതൊക്കെ. എന്നാൽ മനുഷ്യനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന, മനുഷ്യൻ ഏതൊക്കെ രൂപത്തിൽ എന്തൊക്കെ പ്രവർത്തിച്ചാൽ അവന് ദോഷകരമാകുമെന്നറിയുന്ന, ഭാവി അറിയുന്ന, അവൻ എങ്ങനെയൊക്കെ ജീവിച്ചാൽ അവന് ഗുണകരമാണ്, അവൻ്റെ സമൂഹത്തിന് ഗുണകരമാണ് എന്നറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വാക്കുകൾ, അത് നമ്മൾ പഠിക്കാൻ വന്ന ആളുകളാണ്. എന്താണ് ദീനീ പഠനത്തിൻ്റെ പ്രാധാന്യം അത് മനസ്സിലാക്കുന്ന ചെറിയൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. പ്രസിദ്ധരായ ഹാഫിലിങ്ങളായ പണ്ഡിതന്മാരായ 10 താബിഈ പണ്ഡിതന്മാരുടെ, താബിഈങ്ങളുടെ പേര് ഞാനൊന്ന് വായിക്കാം. ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്, അമ്ർ, ഉമൈർ, ഉമർ, സയ്യിദ്, ഹഫ്സ്, അൽ ഖാസിം, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹും. ഈ 10 താബിഈ പണ്ഡിതന്മാർ, ഹാഫിലിങ്ങൾ, ഒരു ഉപ്പയുടെ മക്കളാണ്. ഉപ്പയുടെ പേര് അബ്ദുല്ലാ എന്നാണ്. ഉപ്പ സ്വഹാബിയാണ്. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളാണ് ഈ 10 ആളുകൾ. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആരാണ് എന്ന് ചോദിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അബ്ദുല്ലാ എന്ന പേര് സമ്മാനിച്ചത്. ആ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഉപ്പയാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അഥവാ റുമൈസ റളിയല്ലാഹു അൻഹ എന്നിവരുടെ മകനാണ് അബ്ദുള്ള. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ പ്രവേശിച്ച ഒരു രംഗം കാണുകയുണ്ടായി പ്രവാചകൻ. അപ്പോൾ മുന്നിലൊരു കാലടി ശബ്ദം കേട്ടു എന്നാണ്. അതാരുടെയാണ് എന്ന് ചോദിച്ചപ്പോൾ പറയുകയുണ്ടായി, അത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടേതാണ് എന്ന്. അഥവാ ദീനോടുകൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെട്ട, അങ്ങേയറ്റം താല്പര്യപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായ അനസ് റളിയല്ലാഹു അൻഹു, ആ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ കൂടിയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. പക്ഷേ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ അബൂ ത്വൽഹയല്ല, മറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ വിവാഹം അന്വേഷിച്ചു വന്ന മനുഷ്യനാണ് അബൂ ത്വൽഹ. അന്ന് അബൂ ത്വൽഹ മുസ്ലിം ആയിരുന്നില്ല. അബൂ ത്വൽഹ വിവാഹം അന്വേഷിച്ച് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്ന സമയത്ത് ആ മഹദി പറഞ്ഞു, നിങ്ങളെപ്പോലെ ഒരാൾ വിവാഹം അന്വേഷിച്ചു വന്നാൽ ഒരിക്കലും തിരസ്കരിക്കാൻ പാടുള്ളതല്ല. പക്ഷെ എന്തുകൊണ്ട് തിരസ്കരിക്കുന്നു എന്ന് ചോദിച്ചാൽ, താങ്കൾ മുസ്ലിം അല്ല എന്നുള്ളതാണ്. താങ്കൾ മുസ്ലിം ആവുകയാണെങ്കിൽ ഞാൻ താങ്കളെ വിവാഹം കഴിക്കാം, എനിക്ക് മഹറായിക്കൊണ്ട് അത് മതി, മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയാം. അങ്ങനെ മഹറായിക്കൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച് അവർ വിവാഹം കഴിക്കണം. അതിനുശേഷം
അവരുടെ ജീവിതത്തിൽ അവർക്ക് ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞാണ് അബൂ ഉമൈർ എന്ന് പറയുന്ന കുഞ്ഞ്. ആ കുഞ്ഞിനെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ചും അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്. അങ്ങനെ ആ കുട്ടിയുടെ ചെറുപ്പകാലത്ത് തന്നെ ആ കുട്ടിക്കൊരു അസുഖം വന്നു. അസുഖം വന്നതോടുകൂടെ അവർ പ്രയാസത്തിലായി. കുറച്ച് ദിവസങ്ങൾക്കകം ആ കുട്ടി മരണപ്പെട്ടു. ആ കുട്ടി മരണപ്പെടുന്ന സമയത്ത് ഉപ്പ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല, ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നു. കുട്ടി മരണപ്പെട്ട വാർത്ത അറിഞ്ഞ നാട്ടുകാരൊക്കെ ഉണ്ട്, പക്ഷേ ഉപ്പ ഇതറിഞ്ഞിട്ടില്ല. പിന്നീടാണ് ഉപ്പ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഇത് ഉപ്പ അറിഞ്ഞാൽ ഉപ്പാക്ക് പ്രയാസം ഉണ്ടാകും എന്ന് കൃത്യമായി അറിയുന്ന ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നാട്ടുകാരോട്, അയൽവാസികളോട് പറഞ്ഞു, നിങ്ങൾ അവതരിപ്പിക്കേണ്ട ഈ വിഷയം ഞാൻ അവതരിപ്പിച്ചോളാം. പറയുമ്പം ഉമ്മു സുലൈമിൻ്റെ കൂടെ കുട്ടിയാണ് മരണപ്പെട്ടത്. അങ്ങനെ അന്ന് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്ന സമയത്ത് മഹദിയോട് കുട്ടിയെക്കുറിച്ച് ചോദിക്കുകയാണ്. കാരണം കുട്ടിക്ക് സുഖമില്ല, കുട്ടിക്ക് എങ്ങനെയുണ്ട്, എന്താണ് കുട്ടിയുടെ അവസ്ഥ എന്ന് ചോദിക്കുമ്പം ആ സമയത്ത് മഹദി പറയാണ്, കുട്ടി വളരെ ശാന്തമാണ്, കുട്ടി വിശ്രമിക്കുകയാണ്, കുട്ടി മുമ്പുള്ളതിനേക്കാൾ ഇപ്പോൾ സുരക്ഷിതമാണ് എന്നിങ്ങനെ സമാധാനത്തിൻ്റെ വാക്കുകൾ പറയാം. അത് കേട്ട അന്നുവരെ ഇല്ലാത്ത രൂപത്തിൽ അത്രയും മനോഹരമായിക്കൊണ്ട് തൻ്റെ ഭർത്താവിനോട് പെരുമാറാണ് ആര്? ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ദീനീ ബോധമുള്ള ഈ മഹദി. അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം നൽകി. പിന്നീട് അബൂ ത്വൽഹയോടൊപ്പം അന്നേത്തെ രാത്രി കിടപ്പുറ വരെ പങ്കിട്ടു എന്നാണ് ഹദീസുകൾ കാണാൻ കഴിയും. അങ്ങനെ അതിനുശേഷം എല്ലാ രൂപത്തിലും അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അബൂ ത്വൽഹയോട് പറയാണ്, അബൂ ത്വൽഹ, താങ്കൾക്ക് ഒരാൾ താൽക്കാലികമായി ഒരു സാധനം ഉപയോഗിക്കാൻ തന്നാൽ അത് അയാൾ തിരിച്ചു നൽകുമ്പോൾ, അല്ലെങ്കിൽ അയാൾക്ക് തിരിച്ചു നൽകുമ്പോൾ താങ്കളുടെ മനസ്സ് വേദനിക്കുമോ? അല്ലെങ്കിൽ താങ്കൾ എന്താണത് ചെയ്യുക? ഞാനത് തിരിച്ചു നൽകും, എൻ്റെ മനസ്സ് വേദനിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മഹദി പറയാണ്, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് നൽകിയ ഒരു സമ്പത്താണ്, ഒരു സന്താനമാണ്. ആ മകനെ അള്ളാഹു തിരിച്ച് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. ആ സമയത്ത് അബൂ ത്വൽഹ പറയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്നിട്ട് ക്ഷമിക്കുകയാണ്. പറയുമ്പോൾ രണ്ടുപേരുടെയും കുട്ടിയാണ് മരണപ്പെട്ടത്. പക്ഷേ ദീനീ ബോധമുള്ള, ദീനു മനസ്സിലാക്കിയ, അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്ന് ദീനു മനസ്സിലാക്കിയ മഹദി അതെത്ര മനോഹരമായിക്കൊണ്ടാണ് താൻ ക്ഷമിച്ചുകൊണ്ട്, താൻ സഹിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിനെ കൂടെ ക്ഷമയും സഹിക്കാനും കൂടെ പഠിപ്പിച്ചുകൊണ്ട് ആ വിഷയം അവതരിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ പറയുന്നത് ഇത് ദീനുള്ളത് കൊണ്ടാണ് എന്നാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കിലേക്ക് ചെല്ലുകയും അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ രാത്രിയിൽ നിങ്ങൾ ദമ്പതികൾ ഇണചേർന്നുവല്ലേ എന്ന് ചോദിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, ബാറക്കല്ലാഹു ലക്കുമാ ഫീ ഗാബിരി ലൈലത്തിക്കുമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രിയിൽ നിങ്ങൾക്ക് ബറക്കത്ത് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ രാത്രിയിൽ അവർക്ക് പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചുകൊണ്ട് അവർക്കുണ്ടായ കുഞ്ഞാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു. ആ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, തനിക്ക് ലഭിക്കേണ്ട മഹർ ഒരു മനുഷ്യന്റെ ഇസ്ലാം മതമാക്കി മാറ്റിയ അത്രത്തോളം ദീനിനെ ഉന്നതിയിൽ കണ്ടു. രണ്ട്, മകൻ മരണപ്പെട്ട സന്ദർഭത്തിൽ ക്ഷമിച്ചും സഹിച്ചും ഭർത്താവിനെ കൂടെ അത് പരിശീലിപ്പിക്കുകയും ചെയ്ത മഹദിയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. മകൻ അബ്ദുള്ള കുഞ്ഞുണ്ടായ സന്ദർഭം വിവരിക്കുമ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ ഒരു യാത്രക്ക് മദീനയിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പം അബൂ ത്വൽഹ പോകുമ്പം കൂടെ ആരും പോകും? തൻ്റെ മഹദി ഉമ്മു സുലൈമും കൂടെ പോകാറുണ്ടായിരുന്നു പലപ്പോഴും. അങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ മഹദി ഗർഭിണിയായിരുന്നു. അങ്ങനെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് മദീനയിലോട്ട് എത്താനായ സമയത്താണ് ഈ ഉമ്മു സുലൈമിന് പ്രസവ വേദന അനുഭവപ്പെടുന്നത്. ആ സമയത്ത് അവിടെ നിൽക്കുകയും യാത്ര തുടരാൻ കഴിയാത്ത ഒരവസ്ഥ എത്തിയപ്പം തിരിച്ച് അവരോട് യാത്ര ചെയ്തോ എന്ന് പറഞ്ഞ് അബൂ ത്വൽഹക്ക് അവിടെ നിൽക്കേണ്ട ഒരവസ്ഥ വരികയാണ്. ആ സമയത്ത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വിട്ട് ഇറങ്ങുമ്പോൾ പ്രവാചകന്റെ കൂടെ പോകണമെന്നും പ്രവാചകൻ തിരിച്ച് മദീനയിലോട്ട് പ്രവേശിക്കുമ്പോൾ പ്രവാചകന്റെ കൂടെ പ്രവേശിക്കണമെന്നുമായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ
ഇന്ന് ഈ ഒരു കാരണത്താൽ എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയാണ്, ഈ വേദനയുടെ കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എൻ്റെ വേദന ക്ഷമിച്ചു എന്ന്. എന്നിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് അവരുടെ കൂടെ യാത്ര ചെയ്യാം, എനിക്ക് കുഴപ്പമില്ല. എന്നിട്ട് അങ്ങനെ യാത്ര ചെയ്ത് മദീനയിലെത്തിയ ഉടനെ കുഞ്ഞിനെ പ്രസവിക്കുന്നതാണ് അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടി. ആ അബ്ദുള്ളനെ പ്രസവിച്ച സമയത്ത് ഉമ്മു സുലൈമിന്റെ മകനായ അഥവാ അബ്ദുള്ളയുടെ ഉമ്മയത്ത് സഹോദരനാണ് ആര്? അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കുഞ്ഞിനെ നൽകിക്കൊണ്ട് പ്രവാചകനെ കൊണ്ടുപോയി കാണിക്കാൻ മഹദി പറയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കുഞ്ഞുമായി ചെല്ലുന്നത് കണ്ടപ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഉമ്മു സുലൈം പ്രസവിച്ചോ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുഞ്ഞിനെ അബ്ദുള്ള എന്ന് പേര് വിളിക്കുകയും ആ കുഞ്ഞിന്റെ വായിൽ ഈത്തപ്പഴം ചവച്ചരച്ചിട്ട് വെച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ ആ കുഞ്ഞ് വളരെ മനോഹരമായിക്കൊണ്ട് അതിനിങ്ങനെ നുണക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ രൂപേണ പറഞ്ഞതാണ്, അൻസാരികൾക്ക് കാരക്കയോടുള്ള സ്നേഹമാണ് ഈ കാണുന്നത് എന്ന്. ആ അബ്ദുള്ള റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമ്മൾ പരിശോധിക്കും ഹദീസുകളിൽ കാണാം, അൻസാരികളിൽ ഈ അബ്ദുള്ളയോളം ശ്രേഷ്ഠനായ ഒരു സ്വഹാബി ഇല്ലായിരുന്നു എന്നാണ്. അത്രയും വലിയ പണ്ഡിതനും അത്രയും വലിയ ഈമാനുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു. ആ അബ്ദുള്ള ഷഹീദാവുകയാണ്, ഒരു യുദ്ധത്തിൽ ഷഹീദായിക്കൊണ്ടാണ് മരണപ്പെടുന്നത്. അദ്ദേഹം ഷഹീദാവുന്നതിന് മുന്നേ അദ്ദേഹത്തിനുണ്ടായ 10 മക്കളാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ 10 ആൺമക്കൾ. ആ 10 പേരും ഖുർആൻ മനഃപ്പാഠമാക്കിയവരും ഖുർആൻ പണ്ഡിതന്മാരുമായിരുന്നു. നമ്മൾ എന്തിനിതിവിടെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അഥവാ ചില പണ്ഡിതന്മാർ പലപ്പോഴും ഇത് ഉദ്ധരിക്കുന്നതിന്റെ കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വിവാഹം കഴിക്കുമ്പം ഫളുഫർ ബിദാത്തിദ്ദീൻ, ഫളുഫർ ബിദാത്തിദ്ദീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദീനിനെ മുൻഗണന നൽകിക്കൊണ്ട് വിവാഹം കഴിക്കുന്നതാണ്. ഫളുഫർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിജയിക്കൂ എന്നാണ് അർത്ഥം, അഥവാ നിങ്ങൾ ദീനിന് മുൻഗണന നൽകിക്കൊണ്ട് വിജയിക്കൂ എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിന് മുൻഗണന നൽകിയാൽ ഒരാൾക്ക് വിജയമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിക്കാഹ് എന്നുള്ള പദം അല്ലെങ്കിൽ തസവ്വജ് ആ രൂപത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കായിരുന്നു. പക്ഷെ വിജയം എന്ന ഒരു പദമാണ് ഉപയോഗിച്ചത്. അവിടെ ദീനിന് നമ്മൾ പ്രാധാന്യം നൽകിയാൽ നമ്മൾ വിജയിക്കും എന്നാണ്. പെണ്ണിന്റെ വിഷയത്തിലും അത് തന്നെ പറഞ്ഞത്. എന്താണ്? ഇദാ ആതാകും മൻ തർദൗന ഖുൽഖുഹു വദീനുഹു ഫസവ്വിജുഹു. ദീനുള്ള ഒരാൾ വന്നാൽ, നിങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട് ദീനിൽ തൃപ്തിപ്പെട്ട ഒരാൾ വന്നാൽ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം എന്നവർ. ഇവിടെ ദീൻ എന്ന് പറയുന്നത് അതെങ്ങനെ ഉണ്ടാവുക? അതിനൊരൊറ്റ മാർഗമുള്ളൂ, ആ ദീന് പഠിക്കുക എന്നുള്ളതാണ്. അത് പഠിക്കുക കേവലം ഏതെങ്കിലും ഒരു ദിവസം അഥവാ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ഒന്നാണ് ദീൻ പഠനം എന്ന് പറയുന്നത്. എല്ലാ ബുധനാഴ്ചയും ഇവിടെ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കഴിയുന്ന അത്രയും ഈ ഖുർആൻ ക്ലാസ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റും. ഏതുപോലെ? നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നത് പോലെ, നമ്മൾ ദൈനംദിനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ഏതെല്ലാം രൂപത്തിൽ ദീന് പഠിക്കാൻ പറ്റുമോ അത് അതിൻ്റെ ഒരു ഭാഗമാക്കി ദീനീ ബോധമുള്ള കുടുംബക്കാരെ നമ്മൾ മാറും. എങ്ങനെ? മക്കൾ, നമ്മുടെ ഭാര്യമാർ, എല്ലാവരിലും ദീന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദീനീ കുടുംബത്തിൽ നമുക്ക്. അങ്ങനെ ദീന് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ദറജയാണ് എന്നാണ്. ആ ദീനിനെ കുറിച്ചുള്ള അറിവ് അത് നേടുന്നതും വലിയ ദറജയാണ് എന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുജാദിലയിലെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അള്ളാഹു പല പടികൾ ഉയർത്തി നൽകുന്നതാണ് എന്നാണ്. അപ്പോൾ ആ ദീനീ പഠനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ ദീനീ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതാണ് വിശുദ്ധ ഖുർആൻ പഠനവും. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ വരാനുള്ള നിർവാഹമുണ്ടെങ്കിൽ പരമാവധി വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി എത്തിച്ചേരാൻ നമ്മൾ പരിശ്രമിക്കുക. നന്നായി ദീന് പഠിക്കാൻ നമ്മൾ എല്ലാ വിധത്തിലൂടെയുമുള്ള വഴികൾ അന്വേഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
അങ്ങനെ ദീന് പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനോടുകൂടെ ജീവിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. إن شاء الله അടുത്ത ആഴ്ച നമുക്ക് സൂറത്ത് യാസീനിലെ 1-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങാം. അസ്സലാമു അലൈക്കും.